നിയാസ് മുഹമ്മദ് എഴുതി ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്തു വന്ന സിനിമയാണ് പ്ലൂട്ടോ. ഇതൊരു കോമഡി സൈഫൈ ഏലിയൻ ഫാൻറ്റസി പടമാണ്. എൻ്റെ അളിയൻ ഗൾഫിൽ വന്നിട്ട് ചോദിച്ച് കൊള്ളാമെന്നുള്ള മലയാളം തമിഴ് പടം തിയേറ്ററിൽ പോയി കാണാതുണ്ടെന്ന് ചോദിച്ച് ഞാനിങ്ങനെ ബുക്ക് മൈ ഷോ തപ്പയാണ്, ഒരെണ്ണം പോലും വായിക്കൊള്ളാമെന്നുള്ളതില്ല. പിന്നെ അളിയൻ വിജയ് ഫാനൊന്നും അല്ലാത്തതുകൊണ്ട് വിജയുടെ ലാസ്റ്റ് പടമാണ് ആ ഒരു ഇമോഷണൽ പോയി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുമില്ല, ജനനായകനുമില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഒരൊറ്റ പടം ഇല്ല. അങ്ങനെ നോക്കുമ്പം ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു സിനിമ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമ ആയതുകൊണ്ട് എല്ലാവരും കൂടി പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ ഇത് തരക്കേടില്ലാത്തൊരു പടമായിട്ട് എനിക്ക് തോന്നി. എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഭീകര പരിപാടിയൊന്നുമില്ല. ഇതിനകത്ത് ഒരുപാട് ക്ലീഷേ സീൻസ് ഉണ്ട്, ഒരുപാട് ചളി വർക്കൗട്ടാവാത്ത കോമഡികളുണ്ട്. ഈ ഇംഗ്ലീഷ് പടവും മറ്റേതൊക്കെ കണ്ടു കിടക്കണവർക്ക് ഇതൊന്നും കാണുമ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് ലെവൽ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് തോന്നുന്ന സാധനങ്ങളുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ട്. ഇനിയിപ്പം ഞാൻ പരോക്ഷ പറയാമോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ട്. കാരണം ഇതിൽ ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ പോസിറ്റീവ്, ഇത് വലിയ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണെങ്കിൽ പോലും അത് ടെക്നിക്കലി ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ ഇവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു സിനിമ എടുക്കാൻ സമയത്ത് നമുക്ക് ബഡ്ജറ്റിലൂടെ നമുക്കിത് പരിതാപമെന്ന് കരച്ചിൽ കാണുന്ന സമയത്ത് അവർ കണ്ടുപിടിക്കണം. ഇതിൽ ഒരുപാട് CG പരിപാടികളുണ്ട്. ഒന്നും അധികം ഉള്ളതായിരിക്കും. ഒരു കാർ എന്തോ ഓടുന്ന സമയത്താണ് എനിക്കൊരു ചെയ്തതായിട്ട് തോന്നിയത്. ബാക്കി എല്ലാം CG. ഭയങ്കര ഫാൻറ്റസി എലമെൻറ്റ് ബ്രഹ്മാണ്ഡ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ പോലും CG ചെയ്തതെല്ലാം പക്ക പെർഫെക്ഷനായിരുന്നു. മലയാള സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഇതിൻ്റെ കട്ട്സ് ആയിക്കോട്ടെ, അതിൻ്റെ എഡിറ്റ്, ക്ലൈമാക്സിലൊക്കെ ചെയ്ത് ഭയങ്കര രസമായ പരിപാടി ചെയ്തിരിക്കുന്നത്. കട്ട്സ്, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, ഇതിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, സ്റ്റെഫി സേവിയറാണ് കോസ്റ്റ്യൂംസ്, ഗംഭീര പരിപാടി. അങ്ങനെ ടെക്നിക്കൽ സൈഡ് നോക്കുമ്പം ഭയങ്കര പെർഫെക്ഷനായിട്ട് ചെയ്തിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുള്ള ഒരു ശ്രമമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. ഈ പടത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഫ്രഷ് കഥയാണ്. ബിടെക് തോറ്റ് കിടക്കുന്ന, സപ്ലി അടിച്ച് കിടക്കുന്ന, ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ട് ശരിയാവാത്ത ഒരു വാഴ, അതാണ് നീരജ് മാധവ് ഇങ്ങനെ കോന അടിച്ച് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഏലിയൻ വരുന്നു, ഏലിയൻ പ്ലൂട്ടോ. ഏലിയൻ അൽത്താഫാണ് ഏലിയൻ. അപ്പോൾ അൽത്താഫിന് അല്ലാത്ത സിനിമയിലും ഏലിയനായിട്ടുള്ള അഭിനയമാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് മാച്ച് ആയിരുന്നു, ആളുടെ കാണാൻ ഏലിയൻ പോലെ രസമായിരുന്നു. ഇതിൽ ഈ പടത്തിൽ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ, ഇവരുടെ ആത്മബന്ധം പരിപാടി അതൊന്നും അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടൊന്നുമില്ല, പക്ഷേ രസമായിരുന്നു. പ്രത്യേകിച്ച് ഇതൊരു കാർട്ടൂൺ, അതായത് ബാലരമയിലെ കഥാപാത്രങ്ങളൊക്കെ ഒന്ന് സിനിമയിൽ വന്നിരുന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു എസ്പെഷ്യലി ആ ഒരു നമ്മൾ അജു വർഗീസിൻ്റെ ടീമുണ്ട്, അത് കറക്റ്റ് മറ്റേ കുട്ടൂസൈൻ, ലൊട്ടിലൊടുക്ക് ഗുൽബുലുമാൽ, വിക്രമൻ മുത്തു, ഇവരൊക്കെ എല്ലാത്തിൻ്റെ ആ ഒരു ടൈപ്പ് പരിപാടിയാണ്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പഴയ നമ്മളെ കൊച്ചിലെ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയെ കാണുമ്പോൾ നമുക്ക് രസം തോന്നില്ല. ആ രസം പിള്ളേർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിൽ ഒരു പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കല്ലുകടി, കുട്ടികളെ ഫോക്കസ് ചെയ്താണ് ഈ സിനിമ എടുത്തത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. എല്ലാം കാരിക്കേച്ചർ രൂപത്തിലുള്ള കഥാപാത്രങ്ങൾ, അതിൽ റിയലിസ്റ്റിക് പരിപാടിയൊന്നുമില്ല. അങ്ങനെയുള്ള പടത്തിൽ എന്തിനാണ് ഇങ്ങനെ വെള്ളമടി കുത്തിക്കയറ്റി, ഏലിയും വെള്ളമടി, വറവന് പോണോ എല്ലാം വെള്ളമടി, എന്തിനാണ് വെള്ളമടി കുത്തിക്കയറ്റിയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. പിള്ളേർക്ക് ഒരു നെഗറ്റീവ് പരിപാടിയല്ലേ. പിന്നെ ഞാൻ ആലോചിച്ചാൽ മൈഡിയർ കുട്ടിച്ചാത്തൽ ചാത്തനൊരു വെള്ളം ഓടിക്കുന്നുണ്ടല്ലോ, വെള്ളം അടിക്കുന്നുണ്ട്, നമുക്ക് അത് കണ്ടൊന്നും തോന്നി. ആ രീതിയിൽ എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഏലിയൻ വരുന്നു. ഏലിയൻ എന്തെങ്കിലും അമാനുഷിക ശക്തിയുണ്ടോ പരിപാടി നമ്മൾ നോക്കുമ്പോഴേക്കും ഏലിയൻ എന്ന് തോന്നി അവനെക്കാളും വലിയൊരു തോൽവി. അങ്ങനത്തെ ഒരു ഏലിയൻ. അവർക്കിടയിലുള്ള ഇമോഷനും അവരുടെ അങ്ങോട്ടുള്ള സർവൈവലും പരിപാടിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് വോ ഫാക്ടർ, ഹൈ മൊമെൻ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ക്ലൈമാക്സിൻ്റെ അടുത്ത് കുറച്ച് കാർട്ടൂണിഷ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. അവിടുത്തെ ഈ കട്ട്സും ഇവരുടെ പെർഫോമൻസും അവിടെ സൗണ്ടും ഭയങ്കര വൈബായിരുന്നു എനിക്ക് ക്ലൈമാക്സ് കണ്ട്. ഇപ്പോൾ കണ്ടു നിന്നപ്പോഴേക്കും കൊള്ളാലോ, ഇഷ്ടപ്പെട്ടല്ലോ, ഇനി അങ്ങനെ ബോറടിച്ചൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയ ഒരു സിനിമ. അതാണ് പ്ലൂട്ടോ. ഇത് എല്ലാവർക്കും മറക്കണമെന്നില്ല കേട്ടോ, പലർക്കും പല അഭിപ്രായങ്ങൾ വരാം. ഈ ഒരു രീതിയിൽ വരുന്ന സിനിമകൾ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം. ടെക്നിക്കൽ സൈഡ് എടുത്ത് പറയണം. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി വിഷ്ണു ശർമ്മ, നല്ല വർക്ക്. എഡിറ്റർ സനസ് ശിവരാജ്, നല്ല ഭാവിയുണ്ട്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ആർക്കാഡോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആൻഡ് സോങ്സ്, മ്യൂസിക് മിക്സ് അൻഷിൻ പോൾസൺ. അപ്പോൾ ഇതല്ലേ മോളി പറഞ്ഞേ. സോങ്സ് ബൈ ആർക്കാഡോ, നീരജ് മാധവ്, RC. ഇതിൽ ആരടയാ കുറേ പാട്ടുണ്ട്, കുറേ റാപ്പ് പരിപാടിയുണ്ട്. പാട്ടൊക്കെ അനാവശ്യമായിരുന്നു, പക്ഷേ രസമുണ്ടായിരുന്നു. പാട്ടുകളുണ്ട്, നല്ല ഡാൻസ് വൈബ് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു. ലിറിക്സൊക്കെ നീരജ് മാധവ്, സുഹൈൽ കോയ, ശബരീഷ് വർമ്മ, മുത്തു, ഡബിൾ ജെ ദ റാപ്പർ, മലയാളി മങ്കീസ്, ദിയൊക്കെ വന്ന് എഴുതിയിട്ടുണ്ട്. ആർക്കാഡോ ഇവരൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈൻ രാഖിൽ. മേക്കപ്പ് നല്ല വർക്ക് കേട്ടോ, റോണക് സേവിയർ. പുള്ളിയുടെ പേരൊക്കെ വന്നിട്ട് അറിയാം, അതിൻ്റെ ക്വാളിറ്റി മേക്കപ്പിനുണ്ട്. പ്രത്യേകിച്ച് ഇയാളെ കൈയൊക്കെ ചെയ്ത് വെച്ചിരുന്ന നല്ല രസമായിരുന്നു ഏലിയൻ്റെ. കോസ്റ്റ്യൂം സ്റ്റെഫി സേവിയർ. സൗണ്ട് ഡിസൈൻ ശങ്കരൻ സിദ്ധാർത്ഥ്. സൗണ്ട് മിക്സ് വിഷ്ണു സുജാതൻ.
കളറിസ്റ്റ് വിഷ്ണുവർദ്ധൻ, നല്ല കളറിങ്ങാണ് പടത്തിന് കൊടുത്തിരിക്കുന്നത്. കുറച്ച് സാച്ചുറേഷൻ കൂട്ടി വെച്ചിട്ടുണ്ട്, പക്ഷേ ആ സിനിമയുടെ ടോണിന് നന്നായിട്ട് ചേരുന്നുണ്ട്. അതാണ് ടെക്നിക്കൽ സൈഡ്. അഭിനയിച്ചിരിക്കുന്ന നീരജ് മാധവ്, ഒരു വാഴ കഥാപാത്രം, പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. നീരജ് മാധവ് എല്ലാ പടത്തിലും ചെയ്യും പോലത്തെ ഒരു ക്യാരക്ടർ. ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു. ഡാൻസ് പരിപാടി ഓക്കെ. അൽത്താഫ് സലീം ഞാൻ നേരത്തെ പറഞ്ഞു. അജു വർഗീസ്, ആർഷ ചാന്ദിനി, ബൈജു കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്തില്ല, പക്ഷേ ഉള്ളത് നീറ്റായിട്ട് ചെയ്തു പോയി. സുബിൻ ടാർസൻ ഉണ്ട് കേട്ടോ. സുബിൻ ടാർസൻ ചില സമയത്ത് റീലിൽ ഇത് കയറി വരുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് നല്ല കുറേ കൗണ്ടറൊക്കെ അടിച്ച് ത്രൂ ഔട്ട് ഉണ്ട്. ആശാന് സാധാരണ പടത്തിലൊക്കെ ചെറിയ ചെറിയ അവിടെ ആയിട്ടുള്ളൂ, ഇതിൽ നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അഖിൽ എന്നാടിയെ പോലെ മറ്റേ ഓവറാക്കി വെറുപ്പിച്ചിട്ടൊന്നുമില്ല. ദിനേശ് പ്രഭാകർ രസമായിരുന്നു പ്രൊഫസറായിട്ട്. അങ്ങനെയൊക്കെ ഏത് റോള് കൊടുത്താലും അങ്ങനെ അത് നീറ്റായിട്ട് ചെയ്യും കേട്ടോ. ദിനേശ് പ്രഭാകർ. നിംന ഭത്തൂമി ഒരു റോൾ ചെയ്തിട്ടുണ്ട്. നിഹാൽ നിസാമാണ് അനിയനായിട്ട് വന്നിട്ടുള്ളത്, അവനും രസമായിരുന്നു. അവൻ്റെ ഒരു കോമഡി ഉണ്ട്, ഒരു വെള്ളമടി കോമഡി, അതൊക്കെ ഇപ്പോഴും വലിയ ഗുണമൊന്നുമില്ല. എന്തിനാണ് കുത്തിക്കയറ്റിയെന്നുണ്ട്. വിനീത് തട്ടി ഡേവിഡ് ആണ് ഇതിൽ വിക്രമൻ, ഇവരൊക്കെ കൗണ്ടർ രസമുണ്ടായിരുന്നു. പിന്നെ സച്ചിൻ ജോസഫ്, സഹീർ മുഹമ്മദ്, പുള്ളിക്കാരൻ മറ്റേ ഇതിൽ എക്കോയിലെ പോലീസ്, ഇതിൽ അവൻ്റെ അച്ഛനായിട്ട് വരുന്നുണ്ട്, നല്ല രസമായിരുന്നു. വിപിൻ ആലി ഒരു ക്യാമിയോ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് പടം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഫണ്ണായിട്ട് കണ്ടു കഴിഞ്ഞാൽ രസമുള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബാക്കിയുള്ള അഭിപ്രായമൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് സിനിമ കണ്ട് എനിക്ക് ആസ്വദിച്ചു. ഇതിലൊരു എഫേർട്ട് അവരെടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി, അതിന് അപ്രിസിയേഷൻ കൊടുത്തേ പറ്റുള്ളൂ എന്ന് തോന്നി. വരട്ടെ.